ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ ഒരു കിടിലം പടം കണ്ടടേ. മഹാരാജ, വിജയ് സേതുപതിൻ്റെ 50ാമത്തെ സിനിമ. ഡയറക്റ്റഡ് ബൈ നിതിലൻ സ്വാമിനാഥൻ. പുള്ളി തന്നെയാണ് റൈറ്റർ കേട്ടോ. മാൻ, വാട്ട് ആ സ്ക്രിപ്റ്റ്! എന്തോന്ന് സ്ക്രിപ്റ്റഡ് ചെയ്ത്, എന്ത് രസമായിട്ട് എഴുതി വെച്ചേക്കുന്നത്, ഒന്നും പറയാനില്ല കേട്ടോ. ഗംഭീര റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടു ഗുഡ്. പിന്നെ നോൺ ലീനിയർ പരിപാടിയാണ് സിനിമയെ പിടിച്ചത്. അതായത് ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ അടിക്കും, ഇത് എവിടെ പ്രസൻറ്റ്, ഇത് എവിടെ ഫ്യൂച്ചർ. പക്ഷേ അവസാനം ആകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാം ഇങ്ങനെ ഒരു വര പോലെ സെറ്റ് ചെയ്തിട്ട്, അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജംബിൾഡ് ആണ്, പാസ്റ്റ് പ്രസൻറ്റും ആയിട്ടൊക്കെ കൺഫ്യൂഷൻ ഇങ്ങനെ വരുത്തിയിട്ട് ഇതിനെ ഒരു ലൈനാക്കി അവർ ആ ക്ലൈമാക്സിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം. എടുത്തു പറയേണ്ട പെർഫോമൻസ് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്. മാൻ, പോളി, യജാതി പെർഫോമൻസ് അല്ലേ, എന്ത് രസോടെ, ഒന്നും പറയാനില്ല. ഇതിൽ ഒരു രക്ഷയിൽ നമ്മുടെ മമത മോഹൻദാസെ കൊണ്ട് ഒരു വലിയ ക്യാരക്ടറല്ല, ഒരു ചെറിയ ക്യാരക്ടറായിട്ടാണ്. പിന്നെ അഭിരാമിയുണ്ട്. പിന്നെ നമുക്ക് ഒരു കിട്ടില്ല, ഒരു പോലീസ് ഓഫീസർ ചേട്ടനുണ്ട് കേട്ടോ. പുള്ളിയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂട്ടെ. പുള്ളി സൂപ്പറായിരുന്നു. ലെറ്റ്സ് ടോക്ക് അബൌട്ട് സം ഓഫ് ദ ടെക്നീഷ്യൻസ്. ഓക്കെ, മ്യൂസിക് ആരാന്ന് പറയും പോലെ ബി അജ്നീഷ് ലോകനാഥ്. നല്ല രസമായിട്ട് പുള്ളി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരാളാണെന്ന് തോന്നുന്നു. സിനിമാറ്റോഗ്രഫി ദിനേശ് പുരുഷോത്തമൻ. വെരി ഗുഡ് സിനിമാറ്റോഗ്രഫി. പിന്നെന്താ മ്യൂസിക്, പിന്നെ എഡിറ്റഡ് ബൈ ഫിലോമിൻ രാജ്. ചുമ്മാ അല്ല, ലിയോരൊക്കെ എഡിറ്റർ അങ്ങേര് വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മുടെ ഈ വിവേക് ഹർഷ പോലെയാണ് തമിഴ്നാട്ടിൽ ഫിലോമിൻ രാജ് എന്ന് പറഞ്ഞു. മാൻ, ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, ആ എഡിറ്റിങ്ങിൽ നമ്മൾ പറയില്ല, അവിടെ കൺഫ്യൂഷൻ അടിച്ചാലും അത് ക്ലിയർ ആയിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഫ്ലോ വേറെ ലെവൽ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ. വാട്ട് ആ മൂവി. ഞാൻ ഈ സിനിമയെ പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്തോ ഒരു സാധനം കളഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു വ്യക്തി കളഞ്ഞു പോകുന്നു, ആ വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒരു സാധനം. അത് മാത്രം അറിഞ്ഞുകൊണ്ട് പോയാൽ മതി. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് എൻജോയ് ചെയ്യുക. സൂപ്പർ ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് സാധനമാണ് അവർ പിടിച്ചത്. നല്ല രസമുണ്ട്. അവസാനം കുറച്ച് ഇതുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നൈസ്. നല്ല രസമായിട്ട് തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഫൈറ്റ് എന്നുള്ള കാര്യമുള്ളൂ, ഇതിൽ ആ ഇമോഷണൽ രീതിയിൽ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന കുറേ സീനുകളുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ടേ. അത് നിങ്ങൾക്കത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മൾ പണ്ട് കണ്ട ഒരു കൊറിയൻ പടത്തിൻ്റെയും മലയാള പടത്തിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് ആണ് ഇതിലൊരു ഗംഭീര ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ്, ഒരു മാസ് പരിപാടി അവർ പിടിച്ചിട്ടുണ്ട്. ഓൾ ടുഗെദർ ഒരു സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാവ് മാൻ, ഭയങ്കര ഇമോഷണലി നമ്മളെ അറ്റാച്ച്ഡ് ആക്കുന്ന ഒരു കിടിലം പടം. എനിക്ക് ഒരുപാട് ഇതിന് സിനിമയെ പറ്റി പറയണമെന്ന്, ബിക്കോസ് അത്രയ്ക്കും അവർ അതിലൊക്കെ അത് പറയാൻ പറ്റുന്നില്ലേ. ബിക്കോസ് ആ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് പോവും. അത് പോണ്ട. ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം കണ്ടിട്ട് പോവുക. സൂപ്പർ മൂവി, വെൽ ഡിസേർവിങ് 50th മൂവിയുടെ. അത് എങ്ങനെ കറക്റ്റ് വിജയ് സേതുപതി ഇതിന് 50ാമത്തെ പടമാക്കിയതാണ് മനസ്സിലാകാത്തത്. ഒരു ഇൻ്റർവെൽ പഞ്ചൊക്കെ ചില സീനൊക്കെ നമ്മളിങ്ങനെ അത് ചെയ്യണം. അതാണ് പറഞ്ഞത്, അതിലാണ് കഴിവ്. നമ്മളെ കംപ്ലീറ്റ്ലി മറന്ന് നമ്മളെ ഒരു സിനിമയിലോട്ട് അങ്ങനെ ഇമേഴ്സ് ചെയ്ത് ഇരുത്തുക എന്നുള്ളതാണ് ഒരു കഥ പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിൻ്റെ കഴിവ്. നമ്മളിങ്ങനെ ലയിച്ചിരിക്കും, ഇനി എന്ത് സംഭവിക്കും, ഇനി എന്താവും എന്നൊക്കെ. ബ്രില്യൻറ്റ് മൂവി, ബ്രില്യൻറ്റ്. ലവ് ദിസ് മൂവി, പ്ലീസ് വാച്ച് ഇറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടിട്ടുള്ളവർ താഴെ നിങ്ങളുടെ അഭിപ്രായം പറയുക, സോ ദാറ്റ് ഇത് വീഡിയോ കാണുന്നവർക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് വായിച്ചിട്ടെങ്കിലും they will get a clarity എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറ്റ്സ് എ വെരി നൈസ് മൂവി, പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. വേറൊരു പടവും ഞാൻ കണ്ടായിരുന്നു. ഐ ഡോണ്ട് വോണ്ട് ടു സേ ആൻ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് മൂവി. സോ യാ, ദാറ്റ്സ് ഇറ്റ്.